ഹലോ മുത്തുമണീസ്, ഞാൻ എങ്ങോട്ടാണ് ഇങ്ങനെ കെട്ടിയൊരുങ്ങി പോകുന്നതെന്ന് അറിയാമോ? ഇന്നിവിടെ വീക്കെൻഡാണ്. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് UK സസ്റ്റെയിൻ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മുടെ ഫാമിലി ഇല്ല, നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും നാട്ടിലല്ലേ. സോ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയി കഴിയുമ്പം എന്നെ അത് കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്യും. മൺഡേ ഒന്ന് വർക്കിന് കയറാൻ വേണ്ടിയിട്ടും വർക്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. സോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് റസൂൽ എക്സ്പീരിയൻസ്. അതൊരു അറബിക് മസാജിങ് ആണ്. ഒരു മഡ് ടബില് നമ്മളെ ഇങ്ങനെ കുളിപ്പിക്കും. അതിനുശേഷം ആരും അത് കുളിപ്പിച്ചൊന്നും തരത്തില്ല, നമ്മൾ തന്നെ കുളിക്കണം. നമുക്ക് ഒരു മഡ് ടബ്, ചെളിയുള്ള ഒരു ടബില് നമുക്ക് കിടക്കാം. അതിനുശേഷം അവിടെ സ്റ്റീമിംഗ് ഉണ്ട്, സോനയുണ്ട്, അരോമിക് തെറാപ്പി ഉണ്ട്, പിന്നെ നല്ല സൂത്തിങ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അവർ നമ്മുടെ മൈൻഡിനെയും ബോഡിനെയും ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. സോ അത് കഴിയുമ്പോൾ നമ്മളൊന്ന് ബേസിക്കലി ഒന്ന് റിജുവിനേറ്റ് ആവും, ഒന്ന് റീഫ്രഷ് ആകും, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ. സോ ഞാൻ പോയിട്ട് വന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസ് പറയാവേ. ലോക്ക് ലോമൻഡിലുള്ള ആംബസ് സ്പൈലാണ് നമ്മൾ പോകുന്നത്. ആ റൂട്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, പച്ചപ്പും ഹരിതാഭയൊക്കെ ആയിട്ട്. ഇതൊരു ആക്ച്വലി ഒരു റിസോർട്ട് പ്ലസ് സ്പായാണ്. പക്ഷേ നമ്മൾ സ്പായ്ക്ക് മാത്രമാണ് പോകുന്നത്, കാരണം നമ്മൾ സ്കോട്ട്ലൻഡിലാണല്ലോ താമസിക്കുന്നത്. ഇവിടെ ഇന്നൊരു വെഡ്ഡിങ് നടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ നാട്ടിലെ പോലെ അങ്ങനെ അത്ര ബിസിയൊന്നും അല്ല. വളരെ 10-15 പേര് മാത്രം പങ്കെടുക്കുന്ന ചെറിയ വെഡ്ഡിങ്ങാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. നമ്മൾ ആദ്യം റിസപ്ഷനിൽ പോയിട്ട് നമുക്ക് റോബും കാര്യങ്ങളൊക്കെ തരും. അതിനുശേഷം ചേഞ്ചിങ് റൂമുണ്ട്. ചേഞ്ചിങ് റൂമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കുളിക്കാനും ബാത്റൂമിൽ പോകാനും പിന്നെ ലോക്കർ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് റോബ് തന്നതിന് ശേഷം നമ്മൾ റോബിലേക്ക് ചേഞ്ച് ആവും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാരണം ലോക്ക് ലോമൻ്റെ ഫുൾ വ്യൂ കാണുന്നുണ്ട്. ലോക്ക് എന്ന് വെച്ചാൽ ലേക്കാണ്. സ്കോട്ട്ലൻഡിലെ ആക്ച്വലി UK ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ സ്ട്രീമാണ് ലോക്ക് ലോമൻഡ്. അതിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലാണ് ഈ സ്പാ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് സോന റൂമാണ്. സോന റൂമിൻ്റെ ഉള്ളിൽ നല്ല ചൂടുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് വേറൊരു സോന റൂമുണ്ട്. ഇത് സ്റ്റീം റൂമാണ്. സ്റ്റീം റൂം നല്ല സ്റ്റീമായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ആക്ച്വലി നമ്മുടെ മഡ് റൂം. ഇത് നമുക്കിപ്പോൾ ഓപ്പൺ ആക്കി തരത്തില്ല. നമ്മളവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഓപ്പൺ ആക്കി തരത്തുള്ളൂ. ഇതാണ് ഹോട്ട് സ്റ്റോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്ത് കിടക്കാൻ പറ്റും. ആൻഡ് അത്ര ഹോട്ടല്ല, പക്ഷെ നമ്മൾ നല്ല രീതിയിൽ സ്വെറ്റ് ആവുകയും ചെയ്യും. സോനയിലും ഹോട്ട് റൂമിലൊക്കെ ഇരുന്നിട്ട് നമുക്കിങ്ങനെ ഓൾറെഡി സ്വെറ്റായി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം ഫേസിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആവും. ആൻഡ് ഫേസിന് നല്ല രീതിയിലുള്ള ഒരു മസാജും കിട്ടുന്നത് എപ്പോഴും നല്ലതാണല്ലോ. ശരിക്കും സത്യം പറഞ്ഞൊരു ഫേഷ്യൽ ചെയ്യുന്ന എഫക്റ്റ് തന്നെ ഇതിന് കിട്ടും. ഫുൾ ബോഡി ഫേഷ്യൽ എന്നൊക്കെ പറയാം. ഭയങ്കര ചീപ്പായിട്ട് ചെയ്യുകയും ചെയ്യാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ സൈനസൈറ്റിസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഭയങ്കരമായിട്ടൊരു റിലാക്സിങ് ഫീൽ ചെയ്യും കേട്ടോ. ഐ ഓൾറെഡി സ്റ്റാർട്ടഡ് ടു ഫീൽ ദാറ്റ് ഒരു റിലാക്സിങ് പോലെ. ഇതാണ് മഡ് റൂം. മഡ് റൂമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരാദ്യം കുറച്ച് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് പേസ്റ്റും സ്ക്രബും ഒക്കെ തരും. അതിങ്ങനെ ചിരട്ടയിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, അവരൊരു എസ്തെറ്റിക് ബ്യൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചിരട്ടയിലൊക്കെ സാധനങ്ങൾ തന്നു. നമുക്കൊന്നും അധികം വിലയില്ലല്ലേ ചിരട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെയൊക്കെ ഭയങ്കര വിലയാണ് മക്കളെ. ആദ്യം തന്നെ സ്ക്രബൊക്കെ എടുത്തിട്ട് ഫേസിൽ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക. ബ്ലൂ കളറാണ് സ്ക്രബിന്. എന്താണാവോ, സ്മെല്ലൊന്നുമില്ലായിരുന്നു. പക്ഷെ നല്ല മ്യൂസിക്കൊക്കെ ഉള്ളതുകൊണ്ടും ആ ഒരു ഡാർക്ക് റൂം എഫക്റ്റ് ഉള്ളതുകൊണ്ടും നമുക്ക് ഭയങ്കര സൂത്തിങ് ആയിട്ട് ഫീൽ ചെയ്യും. അത് നൈസായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് വേറൊരു ചെറിയൊരു പാക്കുണ്ട്. ആ പാക്ക് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യും. ഇതെല്ലാം നമ്മൾ തന്നെ വേണം കേട്ടോ ചെയ്യാൻ. നാട്ടിലെ പോലെ ആരും ചെയ്തു തരാനൊന്നുമില്ല, നമ്മൾ തന്നെ അപ്ലൈ ചെയ്യണം. പക്ഷെ തന്നെ അപ്ലൈ ചെയ്താലും നല്ലൊരു സുഖമാണ് ഈ ഒരു വെതറിൽ നിന്നൊക്കെ മാറി ഇങ്ങനെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത്. മഡ് റൂം ഞാൻ കാണിക്കുന്നില്ല, കാരണം മഡ് റൂമിൽ മൊബൈൽ അവൈലബിൾ അല്ല. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഹെയറൊക്കെ ഒന്ന് ഹെയർ ഡ്രൈ ചെയ്തു. ആൻഡ് ലുക്ക് അറ്റ് മൈ ഫേസ്. ഐ ഡോണ്ട് നോ നിങ്ങൾക്ക് ഫോണിൽ ആ ഗ്ലോ കാണാൻ സാധിക്കുന്നുണ്ടോയെന്ന്. ഒരു മേക്കപ്പും ഇല്ല, പക്ഷെ നമുക്കൊരു ഭയങ്കര റിജുവിനേറ്റിംഗ് ഫീല് തോന്നും. നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയതുപോലെ തന്നെ ഫീൽ ചെയ്യും. തിരിച്ചു പോകുന്ന റൂട്ടും അതേപോലെ ബ്യൂട്ടിഫുള്ളാണ്. ഞങ്ങൾ ഗ്ലാസ്ഗോയിലാണ് താമസിക്കുന്നത്. എനിവേസ് ഈ റൂട്ടിലൂടെയാണ് നമുക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് വരുവാണെങ്കിലും പോകാൻ പറ്റുള്ളൂ. അങ്ങനെ മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയി ലോക്ക് ലോമിൻ്റെ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്ത് ബാക്ക് ടു ഹോം.